Hello, good afternoon. Good afternoon. എല്ലാവരും റെഡിയായ? അത് ഇത്ര പേരുള്ളൂ. നമ്മുടെ ചാപ്റ്റർ എടുത്തോ, നമുക്ക് തുടങ്ങാം. ടാലന്റ് മാനേജ്മെന്റ് അതാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ടാലന്റ് മാനേജ്മെന്റിന്റെ ഒരു മോഡൽ, ടാലന്റ് മാനേജ് ചെയ്യുന്നതിന്റെ കുറച്ച് മോഡൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. പ്ലാനിങ് അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പ്ലാനിങ്, അട്രാക്ടിങ്, സെലക്ടിങ്, ഡെവലപ്പിംഗ്, റിട്ടൈനിങ്, ട്രാൻസിഷനിങ് എന്ന് പറയുന്ന ഓരോ പോയിന്റിലും ഓരോന്നിലും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ ഓരോ റിട്ടൈനിങ്ങില്, ട്രാൻസിഷനില്, അതുപോലെ തന്നെ എന്താ പറയാ പ്ലാനിങ്ങില് ഓരോ സ്റ്റേജസിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഓരോ പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് ചിലതൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. എന്താണ് നമ്മൾ ഈ ടാലന്റ് മാനേജ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്താണ് അതിന്റെ പ്രാധാന്യം, ടാലന്റ് മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ, what is the need or importance of talent management? അതാണ് അടുത്ത ടോപ്പിക്. പഠിച്ചാലോ? റെഡിയാണോ എല്ലാവരും? ആകെ 5-6 പേരുള്ളൂ തോന്നുന്നത്, അത്രേ ഉള്ളൂ. തീരാറാവും തോറും ലോപിച്ച് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസ് അല്ലെ? അപ്പൊ സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് അത് നമുക്ക് ഇതുപോലെ ഒരു സൈക്ലിക് ചാർട്ട് പോലെ, ഒരു ഡയഗ്രാം പോലെ കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എന്താണ്? ഐഡന്റിഫൈങ് റിക്വയർഡ് ടാലന്റ്. ഏറ്റവും ആവശ്യമുള്ള ടാലന്റിനെ ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. നമ്മുടെ ഓർഗനൈസേഷന് ഏത് ടാലന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എങ്ങനെയുള്ള എംപ്ലോയീസ് ആണ് വേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അത് ഐഡന്റിഫൈ ചെയ്യണം ആദ്യം തന്നെ. അതിനു വേണ്ടിയിട്ട് എന്താ പറയാ, അങ്ങനെ ആ റിക്വയർമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഏത് റിക്വയർഡ് ആയിട്ടുള്ള ടാലന്റ് ആണോ വേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റിങ് കോമ്പൻസേഷൻ പ്ലാൻസ് ആണ്. അതായത് ഇവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻസ് എന്തൊക്കെയായിരിക്കണം അല്ലെ? ഇവരുടെ സാലറി സ്കെയില്, അതുപോലെ തന്നെ മറ്റ് ബെനഫിറ്റ്സ്, അലവൻസുകൾ, അങ്ങനെയുള്ള എന്തൊക്കെയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതിനെ കുറിച്ചൊക്കെ ഒരു പ്ലാനിങ്.
നമ്മൾ കുറെ ആൾക്കാരെ ഓർഗനൈസേഷനിൽ ജോലിക്കായിട്ട് വേണമെന്ന് മാത്രം നിശ്ചയിച്ചാൽ പോരാ. അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അവരുടെ ആ ഒരു സർവീസ് നമ്മൾ ഇവിടെ ഓർഗനൈസേഷനിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ വാട്ട് ഹാവ് ടു ബി പെയ്ഡ് ഇൻ റിട്ടേൺ, അതിന് പ്രതിഫലമായി അവർക്ക് എന്ത് കൊടുക്കണം, അവരുടെ ബേസിക് ആയിട്ടുള്ള സാലറി, അവർക്ക് മറ്റെന്തെങ്കിലും അലവൻസസ് കൊടുക്കാൻ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും കുറെ ആൾക്കാരെ ആപ്ലിക്കേഷൻസ് കാണുന്നു, അവരുടെ ആപ്ലിക്കേഷൻസ് റെസ്യൂമെ ഒക്കെ നോക്കിയിട്ട് അവരുടെ എല്ലാവരെയും പിടിച്ച് അവരുടെ വേക്കൻസി തോന്നിയ രീതിയിലൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിലൊന്നും അല്ല കാര്യം. ഇനി നമുക്ക് ആവശ്യമുള്ള ആ ഒരു ടാലന്റുകളെ നമ്മൾ ഉദ്ദേശിക്കുന്ന പേയ്മെന്റിൽ നമുക്ക് കിട്ടും അല്ലേ? അതല്ലേ ആലോചിക്കേണ്ടത്. അല്ലാതെ ഒരുപാട് സാലറി ഓഫർ ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്ക് വരാനുണ്ടായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇല്ലാതെ കുറെ തെരഞ്ഞെടുത്തു, അപ്പോഴും ഓർഗനൈസേഷന് നഷ്ടമാണ്. കാരണം നമ്മളുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, ആ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തും. അപ്പൊ ഇംപ്ലിമെന്റിംഗ് കോമ്പൻസേഷൻ പ്ലാൻസ്. പെർഫോമൻസ് അപ്രൈസൽ ആണ് അടുത്തതായി ചെയ്യേണ്ടത്. എന്താ? ഇവരുടെ പെർഫോമൻസ്, അവരെ എങ്ങനെയാണ് നമ്മൾ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തേണ്ടത്, അതിനുവേണ്ടി ഒരു സിസ്റ്റം അല്ലെ, അതിനുവേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. ഇത്ര സ്റ്റാൻഡേർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവരിൽ നിന്ന് എന്ത് ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ അത് നമ്മൾ കമ്പയർ ചെയ്ത് ആ ഒരു പെർഫോമൻസ് നമുക്ക് അപ്രൈസൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റം. പിന്നെ അതിൽ നിന്ന് ആ ടാലൻസിൽ നിന്ന് വരുന്ന ടാലൻസിൽ നിന്ന് നർച്ചറിങ് ദ ടാലന്റ്, ആ ടാലന്റുകളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക, നർച്ചർ ചെയ്യുക. അവരുടെ എല്ലാ കേപ്പബിലിറ്റീസും സ്കില്ലും എക്സ്പീരിയൻസും എല്ലാം നമ്മളിവിടെ ഉപയോഗിക്കും. അതാണ് ഇതൊക്കെ ടാലന്റ് മാനേജ്മെന്റിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ റീറ്റെയിനിങ് ദ ടാലന്റ്. ഇത്തരം ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഇനി നമ്മുടെ ഓർഗനൈസേഷൻ വിട്ട് വേറെ എവിടെയെങ്കിലും പോകാതിരിക്കാൻ, അവരെ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക, നടപ്പിലാക്കുക. ദെൻ അലൈനിങ് ടാലന്റ്, അക്വയർഡ് ടാലന്റ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ടാലന്റുകളെ നമ്മൾ കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അവരുടെ ജോലി, അവരെ എന്താ പറയുക, ഏത് സെക്ഷനിൽ ജോലി ചെയ്യണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലൈൻ ചെയ്യുന്നതാണ്. റിക്വയർഡ് ടാലന്റുകളെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ദെൻ അത് അലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ട്രെയിൻ ആൻഡ് മേക്ക് ദം ഡെവലപ്ഡ്. കൊടുക്കുന്ന അവരുടെ ജോലിക്ക് അനുസരിച്ച് അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ട്രെയിനിങ് എന്തൊക്കെയാണോ ആ ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ എംപ്ലോയീസ് ആരാകും? കുറച്ചുകൂടി ഡെവലപ്ഡ് ആകും. എന്റെ കഴിവ്, ക്വാളിഫിക്കേഷൻ ഒക്കെ എനിക്കുണ്ട്, പ്ലസ് അതിന്റെ കൂടെ എനിക്ക് ട്രെയിനിങ് കൂടി കിട്ടുമ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. കാരണം പേഴ്സണലിയും കരിയർ വൈസും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് ട്രെയിനിങ്ങിലൂടെ. അത് ഉണ്ടാക്കിയെടുക്കാം. ദെൻ റൈറ്റ് സെലക്ഷൻ ഓഫ് ദ ടാലന്റ്. ഇനി നമ്മൾ കണ്ടെത്തുന്ന ടാലന്റുകളിൽ നിന്ന് ഈ ട്രെയിനിങ്ങും കൊടുത്ത് അതിൽ ഡെവലപ്ഡ് ആക്കി കൊണ്ടിരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സെലക്ഷൻ. കൃത്യമായ ശരിയായ നല്ല ടാലന്റുകൾ നമുക്ക് അതിൽ വേർതിരിച്ചെടുക്കാൻ പറ്റും അല്ലെ? നല്ല ടാലന്റുകളെ നമുക്ക് നിലനിർത്തണം, അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ബാക്കി ചിലപ്പോ എന്താ പറയാ, ചിലവുകളൊക്കെ ചിലപ്പോ കുറെ കഴിയുമ്പോ ഒക്കെ കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോകുന്നതിൽ നിന്ന് നല്ല ടാലന്റഡ് ആയിട്ടുള്ളവര് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് നിലനിർത്തേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതിന്റെ? ടാലന്റ് മാനേജ്മെന്റിന്. അതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതില് സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റിനകത്ത് വരുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇത് ഒക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. ഐഡന്റിഫൈങ് റിക്വയർഡ് ടാലന്റ്. നല്ല ടാലന്റുകളായിട്ടുള്ള ആളുകൾ എന്താണ്, അല്ലെങ്കിൽ എന്ത് റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാലന്റുകൾ അന്വേഷിക്കുന്നത്, അത് കണ്ടെത്തുക. ഇംപ്ലിമെന്റിംഗ് കോമ്പൻസേഷൻ പ്ലാൻസ്. അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻസിന്റെ പ്ലാൻ തയ്യാറാക്കുക. അവരുടെ പെർഫോമൻസ് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം നമ്മൾ എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് ചെയ്യുക. പിന്നെ അത്തരം ടാലന്റുകളെ നർച്ചർ ചെയ്യുക, അവരുടെ എല്ലാ മാക്സിമം അവരെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അവർ ഉപയോഗിക്കുക. റിട്ടൈനിങ് ദ ടാലന്റ്. നല്ല ടാലന്റുകളെ റിട്ടൈൻ ചെയ്യുക. അലൈനിങ് അക്വയർഡ് ടാലന്റ്. ഈ ലഭിച്ചിരിക്കുന്ന ടാലന്റുകളെ അവർക്ക് അവരുടെ ടാലന്റ് അനുസരിച്ച് അവരുടെ ജോലികൾ അലൈൻ ചെയ്ത് അസൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക. ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ അതിലൂടെ ഡെവലപ്മെന്റും കൊണ്ടുവരാനായിട്ട് നമ്മൾ ആ ടാലന്റ്സിൽ നിന്നും ശ്രമിക്കണം. പിന്നെ റൈറ്റ് സെലക്ഷൻ, നല്ല രീതിയിലുള്ള സെലക്ഷൻ ഓഫ് ടാലന്റ് നടത്തുക. ഓക്കെ, അപ്പൊ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റിന്റെ ഈ സർക്കുലർ ഡയഗ്രാം ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം.
ചെയ്തോ? ഓക്കെ. See, now what is the purpose of talent management? എന്താണ് ഈ ടാലന്റ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് വലിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. ടു ഡിസൈൻ ആൻഡ് റീറ്റെയിൻ ദ ബെസ്റ്റ് ടാലന്റ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസില് അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്നവരായിട്ട് ആകട്ടെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് ആകട്ടെ, അതിൽ നിന്ന് നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, പുതിയതായിട്ടാണെങ്കിൽ ആ റിക്രൂട്ട്മെന്റിന്റെ സമയത്തും നിലവിലുള്ളവരാണെങ്കിൽ അവരെയും ഡെവലപ്പ് ചെയ്ത് ഏറ്റവും നല്ല ടാലന്റുകളെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ടാലന്റ് മാനേജ്മെന്റിന്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലായല്ലോ? അപ്പൊ basic purpose or basic objective of talent management is to recruit, develop and retain എങ്ങനെയുള്ളത് ബെസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ എന്താ പറയാ കാൻഡിഡേറ്റ്സിനെ ഒക്കെ നമ്മൾ പുതിയതായി റിക്രൂട്ട് ചെയ്യുകയാണെങ്കിലും അവരെ ഡെവലപ്പ് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവരെ റിട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് ടാലന്റ് മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. സോ അങ്ങനെ വരുമ്പോ എന്താണെന്നറിയോ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ടാലന്റുകൾ വേണം കണ്ടെത്താൻ. സോ ദാറ്റ് അങ്ങനെ സെലക്ട് ചെയ്ത് അത്തരം ടാലന്റുകളെ നമ്മൾ നിയമിക്കുമ്പോൾ അവർക്ക് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് the organization have to make sure that the employees with the right skill and knowledge, അപ്പൊ അങ്ങനെയുള്ള നല്ല കഴിവും ക്വാളിറ്റീസും അറിവും ഉള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ നമുക്ക് ഫോർ എ ലോങ് പീരീഡ്, ഒരുപാട് കാലങ്ങളിലേക്ക് നമുക്ക് അവരെ റിട്ടൈൻ ചെയ്യാൻ പറ്റും. അത് ആരുടെ ജോലിയാ? HR ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റ് അവർ എന്ത് ചെയ്യാം, പുതിയ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ, റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. പുതിയ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താ പറയാ, അവർക്ക് ആ സെലക്ട് ചെയ്യുന്നതിന്, റിക്രൂട്ട് ചെയ്യുന്നതിന് ഒരുപാട് പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അവരെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരിൽ നിന്ന് നല്ല ടാലന്റുകൾ നമ്മൾ കണ്ടെത്തണം. ആ നല്ല ടാലന്റുകളെ എന്നേക്കും ഇവിടെ നിലനിർത്തുന്ന രീതിയിലായിരിക്കണം. അത് HR ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ജോലിയാണ്, വേറെ ആരുടെയും ജോലിയല്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? രണ്ടാമത്തെ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. ഏതാ കുഞ്ഞു പാരഗ്രാഫ് 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. HR ഡിപ്പാർട്ട്മെന്റ് always endeavors to make sure that the employees with the right skills and qualities stay with the organization for a long period. കുറെ കാലത്തേക്ക്, ദീർഘകാലത്തേക്ക് അവർ പിടിച്ചു നിൽക്കും. നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ടാലന്റ് ഉള്ള എംപ്ലോയീസ് എന്നുള്ളത് ഉറപ്പുവരുത്തുക HR ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയാ റുട്ടീൻ ആയിട്ടുള്ള കാര്യമാണ്. അവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് നോക്കാം what are the important functions of talent management. ടാലന്റ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, പോയിന്റ് വൈസ് പഠിക്കൊന്നും വേണ്ട. അപ്പൊ എന്താന്ന് നോക്കാം. ടാലന്റ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഒന്ന് നോക്കിയേ. എസ്റ്റാബ്ലിഷിംഗ് എ ഹൈ പെർഫോമൻസ് വർക്ക് ഫോഴ്സ്. ഒരു നല്ല വർക്ക് ഫോഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സൃഷ്ടിച്ചെടുക്കുക. അതെങ്ങനെയുള്ളത്? ഹൈ പെർഫോമൻസ് വർക്ക് ഫോഴ്സ് ആണ്. എന്നുവെച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ള എംപ്ലോയീസിനെ വാർത്തെടുക്കുക, അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടാലന്റ് മാനേജ്മെന്റിന്റെ. അപ്പൊ നമുക്ക് മനസ്സിലായോ? എസ്റ്റാബ്ലിഷിംഗ് എ ഹൈ പെർഫോമൻസ് എ ഹൈ വർക്ക് പെർഫോമൻസ് വർക്ക് ഫോഴ്സ്. മനസ്സിലായോ? അതാണ് പോയിന്റ്. ക്ലിയർ ആണോ? എസ്റ്റാബ്ലിഷിംഗ് എ ഹൈ പെർഫോമൻസ് വർക്ക് ഫോഴ്സ്. Then അടുത്തത് എന്താ? attracting individuals with high potential and retaining them through proper training and refreshment. അത്യാവശ്യത്തിന് ട്രെയിനിങ്ങും അത്യാവശ്യത്തിന് റിഫ്രഷ്മെന്റും ഒക്കെ കൊടുത്ത് നല്ല ഹൈ പൊട്ടൻഷ്യൽ ഉള്ള, നല്ല കഴിവുള്ള, എല്ലാ രീതിയിലും കഴിവുള്ള എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ അട്രാക്ട് ചെയ്യുക. അതും ഈ ടാലന്റ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ പെട്ടതാണ്. മനസ്സിലായോ? അട്രാക്ടിങ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ ആൻഡ് റിട്ടൈനിങ് ദം ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് റിഫ്രഷ്മെന്റ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടാ. 2 പോയിന്റ് ആണ് പറഞ്ഞത്. ഇതൊക്കെ അതിന്റെ ഫങ്ഷൻസ് ആണ്. ടാലന്റ് കണ്ടെത്തി ആ രീതിയിൽ ടാലന്റുകൾക്ക് അനുസരിച്ച് അവർക്ക് ജോലികൾ കൊടുക്കുന്നു.
അവരെ കോമ്പൻസേഷൻസ് ഒക്കെ നിശ്ചയിക്കുന്നു. അങ്ങനെ ദീർഘകാലത്തേക്ക് എംപ്ലോയീസിനെ അവിടെ തന്നെ നിലനിർത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അല്ലാണ്ട് ഇന്നിപ്പോ ഒരു ആളെ റിക്രൂട്ട് ചെയ്തു, അവരുടെ പല കാര്യങ്ങളും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ റിക്രൂട്ട്മെന്റ് നടത്തി. അത് അവരുടെ ടാലന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടുപിടിച്ചത് പ്രോത്സാഹിപ്പിച്ചത് ട്രെയിനിങ്ങിലൂടെ എന്താ പറയുക വികസിപ്പിച്ചെടുക്കാനൊന്നും നോക്കാതെ കുറച്ച് കഴിയുമ്പോൾ അവരിട്ടിട്ട് പോകുന്ന രീതിയിലാണെങ്കിൽ അത് ഒരു നല്ല ഒരു എന്താ പറയാ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഫെയിലിയർ ആണെന്ന് പറയേണ്ടി വരും. കാരണം ടാലന്റുള്ളവരെ നിലനിർത്തണം. ആ ടാലന്റുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ നിലനിർത്താനായിട്ട് ശ്രമിക്കണം ഫോർ എ ലോങ്ങർ പീരീഡ്. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ദെൻ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെയാണ് ഓർഗനൈസേഷൻ കിട്ടുന്നതെങ്കിൽ ഒബിയസ്ലി ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ എന്ത് പറ്റും? ഓർഗനൈസേഷന്റെ ഉൽപാദനക്ഷമത അവർ വർദ്ധിക്കും. എന്ന് വെച്ചാൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ടാലന്റ് കൂടുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വർദ്ധിക്കും. ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വർദ്ധിച്ച് ആ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമതയെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഇൻക്രീസിംഗ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? ഒരാൾ മാത്രം ക്ലിയർ ആണെന്ന് പറയുന്നു. ഒരു നിശയും കൂടി ഇരുന്നാണ് അവിടെ ക്ലാസ്. ഒരു നിശ ക്ലാസ് എടുക്കുന്നു. അവിടെ സംഭവമുണ്ട്. ഞാൻ ഒരു നിശയുടെ സംഭവം മാത്രം അവിടെ കാണുന്നുള്ളൂ. ഞാൻ വിചാരിച്ചേ ഒരു നിശ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, ഒരു നിശ അവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നു. ഞങ്ങൾ നിശമാര് മാത്രമാണ് ക്ലാസ് ആണോന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു പോയി. കണ്ണ് ചെറിയ എന്ത് കണ്ടിട്ടാണാവോ കണ്ണ് കടിക്കുന്നത്. യെസ്, അപ്പൊ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ തമാശയാണോന്നൊന്നും അറിയില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട് അവിടെ ചിരിക്കലൊക്കെ ഉണ്ട്. അവിടെ ഉച്ച സമയമാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ എങ്ങനെ ഞങ്ങൾക്ക് ദഹിക്കാനായ HR ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ ഇതിനെ ജോലി ഇത് മനസ്സിലാക്കാണ്ടൊക്കെ നമ്മൾ വെള്ളയിടത്തൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ HR എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ എവിടെയെങ്കിലും പറഞ്ഞോ ടീച്ചർമാരൊക്കെ പഠിപ്പിച്ചില്ലേ എന്നൊക്കെ വിചാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തരുതല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എന്താ? പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ആസ് അൺട്രെയിൻഡ് ആൻഡ് അൺസ്കിൽഡ് വർക്ക് ഫോഴ്സ്. അതായത് ഈ ടാലന്റ് മാനേജ്മെന്റ് ശരിയായ രീതിയിൽ നടത്തിയില്ലെങ്കിൽ, നല്ല രീതിയിൽ ട്രെയിനിങ് ഒന്നും കിട്ടിയില്ല, അതായത് അധികം ടാലന്റ് ഇല്ല, സ്കിൽ ഇല്ലാത്ത വർക്ക് ഫോഴ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും എന്നറിയാമോ? അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ടൈം വേസ്റ്റ് ആവും. ഒരുപാട് എന്താ പറയാ ഒരു സ്കില്ലില്ല, ഒരു ടാലന്റ് ഇല്ല, ഒരു ട്രെയിനിങ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്തിലൊക്കെ ഒത്തിരി വ്യതിയാനം വരും. ഇപ്പൊ ഒരാള് ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ഒരു ജോലി ചെയ്യുന്നതും അധികം സ്കില്ലൊന്നും ഇല്ലാതെ വലിയ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ അതേ ജോലി മറ്റൊരാൾ ചെയ്യുന്നതും തമ്മിൽ ഡിഫറെന്റ് ആണ്. കാരണം എന്താ? ആള് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയി ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ജോലി ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യുമായിരിക്കാം. പക്ഷെ അത് കൃത്യമായിട്ട് എന്താണെന്നൊന്നും മനസ്സിലാകാതെ അത്രയധികം സ്കില്ലൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അധികം ട്രെയിനിങ് ഒന്നും കിട്ടാത്ത മറ്റൊരാൾ ചിലപ്പോൾ അത് ചെയ്യുമ്പോൾ 1 മണിക്കൂർ എടുക്കും. കണ്ടോ? ആ വ്യത്യാസമുണ്ട്. 10 മിനിറ്റ് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ ഒത്തിരി വ്യത്യാസമില്ലേ? അപ്പൊ ഈ 10 മിനിറ്റ് എടുത്ത ആൾക്ക് വേണമെങ്കിൽ അതേ ജോലി 6 ടൈംസ് ചെയ്യാം, 6 പ്രാവശ്യം ചെയ്യാം അതേപോലത്തെ ജോലികള്. ക്ലിയർ ആയോ? മറ്റേതാന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം ചെയ്തപ്പോഴേക്കും 1 മണിക്കൂർ എടുത്തു. അപ്പൊ അത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. തീർച്ചയായിട്ടും സമയനഷ്ടം. പിന്നെ എന്താ പറയാ, ആ സമയനഷ്ടം എന്ന് പറയുന്നത് വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ്. എന്താ? നോൺ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയാ തെറ്റുകളും വരും. അതിന്റെ ഇടയിൽ കൂടി ചെലവും വർദ്ധിക്കും. ടൈം വേസ്റ്റ് ചെയ്താൽ എന്ത് പറ്റും? ഇപ്പൊ നോക്കിയേ, ഒരു ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയി ആള്, ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമ്പിൾ തന്നെ 10 മിനിറ്റ് കൊണ്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അതേപോലത്തെ 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലി അന്നത്തെ ദിവസം മുഴുവനും വി ക്യാൻ ഡു ഇറ്റ്. അത് ഒരു 6 മണിക്കൂർ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അതേപോലത്തെ ജോലി 10 മിനിറ്റിന്റെ എത്ര എണ്ണം ചെയ്യാം, അല്ലെങ്കിൽ എന്തോരം ജോലി ചെയ്യാം. 5-6 മണിക്കൂറൊക്കെയാണ് നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നത്. 9 മണിയോടെ ചിലപ്പോൾ 4 മണി വരെ ആയിരിക്കാം, 10 to 5 ആയിരിക്കാം, whatever it may be. അപ്പൊ ഒരു 5-5.5 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്ക് അത്തരം ജോലികൾ എന്തോരം ചെയ്തു കൂട്ടാൻ പറ്റും. അതേസമയം ഇതേ ജോലി തന്നെ അത്രയും സ്കില്ലില്ല, അധികം ട്രെയിനിങ് ഇല്ലാത്ത ഒരു ജോലി ഒരാളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം എംപ്ലോയീസിനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അത് 10 മിനിറ്റ് 1 മണിക്കൂർ എടുത്തില്ലേ? ആ 1 മണിക്കൂർ 5 മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 5 ടൈംസ് 5 തരത്തിലുള്ള പണിയെ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാ ഒരുപാട് പ്രാവശ്യം ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാ ഇയാൾക്ക് എടുക്കുന്ന സാലറി എന്ന് പറയുന്നതും ഇവർക്ക് വെറുതെ കൊടുക്കാണ്. വർക്ക് കുറവ് എന്ന് വെച്ചാൽ കിട്ടുന്ന ഔട്ട്പുട്ട് കുറവ്, പക്ഷെ കൊടുക്കുന്ന സാലറി അത് തന്നെ. ഇവിടെയാണെങ്കിൽ ഔട്ട്പുട്ട് നന്നായി കിട്ടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള എന്താ പറയാ സാലറി അല്ലെങ്കിൽ വേജസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ കണ്ടോ, അപ്പൊ ചെലവല്ലേ കൂടുതലല്ലേ. അപ്പൊ ഈ പ്രോപ്പർ ടൈം മാനേജ്മെന്റ് കൃത്യമായി നടത്തി ചെയ്തില്ല എങ്കിൽ, അതുപോലെ തന്നെ ടാലന്റ് കണ്ടെത്തി മര്യാദയ്ക്ക് ചെയ്യിപ്പിച്ചില്ല എങ്കിൽ അത് എന്തായിരിക്കും, വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് നോൺ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ചെലവ് ചുരുക്കലൊക്കെ ഒന്നും നടക്കുന്നില്ല അവിടെ. മാത്രമല്ല ചിലപ്പോഴൊക്കെ ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് കമ്മിറ്റ്മെന്റ് ഓഫ് എറേഴ്സിനും സാധ്യതയുണ്ട്, ഒരുപാട് തെറ്റുകൾക്ക് ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട്. പിന്നെ റിട്ടൈൻ ടാലന്റഡ് ആൻഡ് ഹൈ പെർഫോമിംഗ് എംപ്ലോയീസ്, നല്ല പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെയും ഹൈ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയും റിട്ടൈൻ ചെയ്യുക, നിലനിർത്തുക. മറ്റുള്ളവർ വേണമെങ്കിൽ പോകട്ടെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു, എന്തെങ്കിലും ഒരു കാര്യം വന്നു, ആ കാര്യം വരുന്ന സമയത്ത് എല്ലാ എംപ്ലോയീസും ഒക്കെ ചിലപ്പോൾ ഇട്ടിട്ട് പോകാനായിട്ട് തുനിയുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് മാനേജ്മെന്റിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് എത്തുന്നു. എന്തെങ്കിലും ഒരു ക്രൈസിസിൽ എന്തെങ്കിലും കാര്യങ്ങളാകാം, ഓർഗനൈസേഷനിലെ ബിസിനസ് ഓർഗനൈസേഷനിൽ പലതും സംഭവിക്കാം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എംപ്ലോയീസ് ഒക്കെ ചിലപ്പോൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, അഗെയിൻസ്റ്റ് ദ മാനേജ്മെന്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇവരെല്ലാവരും ഇട്ടിട്ട് പോയ ഓർഗനൈസേഷന്റെ എന്താ പറയാ ആ ഇമേജിനെ ബാധിക്കും, ഓർഗനൈസേഷനിലെ കാര്യങ്ങളും മര്യാദയ്ക്ക് നടക്കില്ല. സോ ഇപ്പൊ എല്ലാവരെയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ടാലന്റഡ് ആയിട്ടുള്ളവരെ നമുക്ക് അവിടെ റിട്ടൈൻ ചെയ്യണമെങ്കിൽ അവരെ നമുക്ക് റിട്ടൈൻ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല പോകുകയാണെങ്കിൽ അല്ലെ, ഇവരിൽ നിന്ന് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് അവരെ നർച്ചറേറ്റ് എടുക്കാൻ പറ്റുന്നവരാണ്. നമുക്ക് ഓർഗനൈസേഷൻ നിലനിൽക്കണമെങ്കിൽ ഇതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം. അപ്പൊ അങ്ങനെയുള്ളവരെ നിലനിർത്തുക. എൻഷുറിംഗ് ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിൽ വളർച്ചയ്ക്കും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഒക്കെ സാധ്യതകൾ ഉറപ്പുവരുത്തുക. എംപ്ലോയീസിനെ വളരാന്, ഇപ്പൊ ഞാനൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നു, ഞാൻ ഏത് കാലത്ത് വന്ന അതേ സ്റ്റാറ്റസിൽ തന്നെ നിൽക്കുന്നു, എനിക്ക് യാതൊരു മാറ്റമില്ല, എന്റെ ജോലിയിൽ മാറ്റമില്ല, ആ ജോലി കൊണ്ട് എന്നിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇല്ല, അങ്ങനെ നിന്നിട്ടൊന്നും കാര്യമുണ്ടോ? ഇല്ല. ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഇയർ ആഫ്റ്റർ ഇയർ there must be some changes അല്ലെ. നമ്മളുടെ കരിയർ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ. അങ്ങനെ മാറ്റങ്ങൾ വരുന്നത് എന്താ പറയാ, സാലറി ഇൻക്രിമെന്റ് ആകാം, പ്രൊമോഷൻസ് ആകാം, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആകാം. അതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലുള്ള ഗ്രോത്ത്, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. ടാലന്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡെവലപ്പിംഗ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസീസ് ഇൻ എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ സ്കില്ല് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കാനും അവർ തമ്മില് ഒരു കോമ്പീറ്റന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മത്സരത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എംപ്ലോയീസ് സ്വന്തം നിങ്ങളെക്കാൾ സ്കില്ല് നമുക്കുണ്ട്, ആ സ്കില്ല് അനുസരിച്ച് ഓരോരുത്തർ പ്രവർത്തിക്കുമ്പോൾ നല്ല ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആളുകളെ ഡെവലപ്പ് ചെയ്യുക, എംപ്ലോയീസിനെ. അതൊക്കെ ടാലന്റ് മാനേജ്മെന്റിലൂടെയാണ് സാധിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ക്ലിയർ ആയോ? പോയിന്റുകളൊന്ന് വായിച്ചു നോക്കാമോ? എത്ര പോയിന്റ്? 7 പോയിന്റ് ഉണ്ട്. 7 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ? ഓക്കെ. അടുത്തത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ് കേട്ടോ. ടാലന്റ് മാനേജ്മെന്റിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ജീവിതചക്രം അല്ലെ. യെസ്, അത് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഈ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയാൻ കാരണം? സൈക്കിളിന്റെ പ്രത്യേകത, സൈക്കിൾ മീൻസ് ഇവിടെ ചക്രം എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ലൈഫ് സൈക്കിൾ ജീവിതചക്രമാണ്
എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതൊരു നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ. മനുഷ്യരുമായിട്ട്, ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ എംപ്ലോയീസ്, എംപ്ലോയർ ഒക്കെ എങ്ങനെയാണ് അവർ തമ്മിലുള്ള റിലേഷൻസ് എൻഷുർ ചെയ്യുക. ആൻഡ് ഓൾസോ മാക്സിമം ബെനഫിറ്റ്, അവരുടെ ആ ഒരു മ്യൂച്വൽ ബോണ്ടിങ്ങിൽ നിന്ന്, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള പരസ്പരം ആ ഒരു എന്താ പറയാ ഷെയറിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സംയുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാക്സിമം എന്താ പറയാ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും മാക്സിമം ബെനഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്തെന്ന് വിളിക്കുക നമ്മള് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. തുടർച്ചയാണ്. അതായത് ടാലന്റ് കണ്ടെത്തുന്നു, അവരെ എന്താ പറയാ പരമാവധി നമ്മളുടെ ഓർഗനൈസേഷൻ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അവരെ ഉപയോഗിക്കുന്നു, അവരെ റിറ്റെയിൻ ചെയ്യുന്നു, അവർക്ക് വേണ്ട കോമ്പൻസേഷൻസ് കൊടുക്കുന്നു. ആ കോമ്പൻസേഷൻസിൽ അവർ തൃപ്തരാകുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെ, അതിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും ഡെവലപ്ഡ് ആകുമ്പോൾ അവർ വീണ്ടും കുറച്ച് കൂടുതൽ സാലറി ഡിമാൻഡ് ചെയ്യും ചിലപ്പോൾ. മനസ്സിലായി? അപ്പൊ അതിനനുസരിച്ച് നമുക്കത് കൊടുക്കാൻ പറ്റണം ഓർഗനൈസേഷന്. കാരണം ഓരോ ദിവസവും അവർ ചെയ്യുന്ന ജോലിയിൽ അവർ ഓരോ പ്രാവശ്യം സ്പെഷ്യലൈസ്ഡ് ആകുകയാണ്. അപ്പൊ അവര് കുറച്ച് കഴിയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ആളാണെന്ന് വിചാരിക്കാം. എന്തെങ്കിലുമൊക്കെ പഠിച്ചു, അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ഒരാള് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ അപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് രീതിയാണ്. കാരണം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ദേ ക്യാൻ ഡിമാൻഡ് ദെയർ ഓൺ സാലറി. അവർക്ക് പ്രതീക്ഷിക്കാം ഇത്ര സാലറി നമുക്ക് വേണമെന്ന് ആവശ്യപ്പെടാം. അതേസമയം ഫ്രഷേഴ്സിന് അത് പറ്റില്ല. കാരണം നമ്മൾ എന്താ പഠിച്ചങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് കിട്ടാൻ വേണ്ടി നമ്മളെ പല സ്ഥലത്തും ഇതുപോലെ എന്താ പറയാ ചെറിയ സാലറി ആണെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എക്സാമ്പിൾ, ടീച്ചേഴ്സ് അല്ലെ, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഏത് പ്രൊഫഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിച്ചിറങ്ങി അപ്പൊ തന്നെ നമുക്ക് എന്താ പറയാ 10 ലക്ഷം രൂപ സാലറി കിട്ടണം, മന്ത്ലി എനിക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടണം എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അതേപോലെ തന്നെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റലിന്റെ അവർക്ക് കിട്ടേണ്ട അവരുടെ ബെനഫിറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ മാക്സിമം അവരുടെ ആ ഒരു മ്യൂച്വൽ അസോസിയേഷൻ, പരസ്പരമുള്ള അവരുടെ ആ ഒരു ഐക്യം, ആ ഒരു ചേരലാണ്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിൽ പറയുന്നതാണ്. എന്താ പറയാ അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ളത് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഹോളിസ്റ്റിക് വേ എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരു രീതി കേട്ടോ, രീതിയാണ്. ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഒരു സമഗ്രമായ രീതി. അണ്ടർലൈൻ ചെയ്തേക്ക്. അപ്പോ ആ ലൈഫ് സൈക്കിളിനകത്ത് വരുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട പ്ലാനുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓർഗനൈസേഷണൽ പ്ലാൻ, റിക്രൂട്ടിംഗ് പ്ലാൻ, ഡെവലപ്മെന്റ് പ്ലാൻ, റിട്ടൻഷൻ പ്ലാൻ, അസസ്മെന്റ് പ്ലാൻ, ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ, ദ ഫീഡ്ബാക്ക് ലൂപ്പ്. ഇങ്ങനെ ഇത്രയും പ്ലാനുകളാണ് ഏതിലുള്ളത്? നമ്മുടെ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിലുള്ളത്. ഓക്കെ, ഓരോന്നിനും അതിൻ്റെതായ കാര്യങ്ങളാണുള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. നമുക്ക് അതിനകത്ത് കാണാപ്പാഠം പഠിക്കാനുള്ളതൊന്നുമില്ല. ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. മറ്റേ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ഓർഗനൈസേഷണൽ പ്ലാൻ. നോക്കാം എന്താണ് ഓർഗനൈസേഷണൽ പ്ലാൻ. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ദ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഹു ആർ നീഡഡ് ഇൻ ദ ഫ്യൂച്ചർ ടു മീറ്റ് അവർ പ്രസന്റ് ആൻഡ് എന്താ പറയാ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയുള്ള എംപ്ലോയീസ് വേണം, നമ്മുടെ ഫ്യൂച്ചർ നീഡ്സ്, അതായത് ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഭാവിയിലുള്ള കാര്യങ്ങൾ, അതും അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാറ്റഗറീസ് ഓഫ് പീപ്പിൾ അവര് ആരൊക്കെയാണെന്ന് കണ്ടെത്തുക. അതൊക്കെ ഓർഗനൈസേഷന്റെ ഒരു പ്ലാൻ ആണ്. നമുക്കിപ്പോ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയീസിനെ വേണം,
ഏത് ഫാക്കൽറ്റി ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഏത് സ്കില്ലാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കണക്കിലെടുക്കുമ്പോൾ ഫ്യൂച്ചർ നീഡ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. അതുകൂടി അനുസരിച്ച് അവർക്ക് എത്രത്തോളം നമ്മളുടെ പ്ലാനില്, നമ്മളുടെ ബിസിനസിന്റെ പ്ലാൻ അനുസരിച്ച് അവര് ആവശ്യത്തിന് തികയുമോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ. അതാണ് ഓർഗനൈസേഷനിലെ പ്ലാനിൽ ആദ്യം. ഇനി അതിനുശേഷം അവരുടെ ഡിഫൈൻ ദർ സ്പെസിഫിക് സ്കിൽസ് ആൻഡ് ലെവൽസ് ഓഫ് സ്കിൽ റിക്വയർഡ് ഫോർ ഈച്ച് പൊസിഷൻ. അവർക്ക് കൊടുക്കുന്ന ജോലി, ആ പൊസിഷനിൽ അവർക്ക് എത്രത്തോളം സ്കിൽ ആവശ്യമുണ്ട്, ഇപ്പൊ അതെന്തോരമുണ്ട് എന്നുള്ളത്, ഇപ്പൊ ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലും ഇനി എത്രത്തോളം സ്കിൽ അവർക്ക് റിക്വയർഡ് ആണ്, വേണം എന്നുള്ളതും അതൊക്കെ ഈ പ്ലാനിങ്ങിൽ ഇവിടെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? എംപ്ലോയീസിനെ കൊണ്ടുവന്ന് ആദ്യം തന്നെ ജോലി കൊടുത്തിട്ടല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ്ങിലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ. ഡിഫൈൻ ദ ജോബ് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഈച്ച് പൊസിഷൻ. ഓരോ ജോലിയുടെയും ലക്ഷ്യം, അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ്. ഓരോ പൊസിഷനിൽ ഒരു ക്ലർക്കിന്റെ പോസ്റ്റ് ആണ്, അവിടുത്തെ ആ ജോബ് കൊണ്ട് എന്താണ് അതിന്റെ ലക്ഷ്യമെന്നും അതിന്റെ നിലവാരം എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ കൃത്യമായിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. അതൊക്കെ പ്ലാൻ ചെയ്യണം. ഇന്ന ജോബ് ആൾക്ക് കൊടുക്കുമ്പോൾ ആള് എന്തൊക്കെയായിരിക്കും ചെയ്യുക, അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്, ആ ജോലി ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് എന്ത് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ലക്ഷ്യം, അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്യുക. ഡിറ്റർമിൻസ് ദ ആവറേജ് കോസ്റ്റ്. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം, ആവറേജ് കോസ്റ്റ്, ദാറ്റ് മീൻസ് ദ സാലറി ആൻഡ് ബെനിഫിറ്റ്സ്. ഇവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും ഓരോ പൊസിഷനും, ഓരോ ടൈപ്പിനും, ഓരോ തരം ജോലിക്കും എന്താണെന്ന് അതിനുശേഷം തീരുമാനിക്കുക. ഡിറ്റർമിൻസ് ദ ആവറേജ് കോസ്റ്റ് സച്ച് ആസ് സാലറി ആൻഡ് ബെനിഫിറ്റ്സ്. കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിഫൈസ് ഹൗ ലോങ് ഇൻഡിവിജ്വൽസ് റിമെയിൻ ഇൻ ഈച്ച് ജോബ്. ഇനി കൊടുക്കുന്ന ഓരോ ജോലിയില് അവർ എത്ര കാലം ഉണ്ടാവും, അവിടെ നിലനിൽക്കും, എത്ര നാളത്തേക്കുള്ളതാണ്, ചിലപ്പോൾ ഒരു മാസത്തേക്കാണ്, അല്ലെങ്കിൽ കൂടെ ഒരുപാട് കാലം ആ ബിസിനസ് ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം വരെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിയറസ്റ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി മാത്രമാണ് അവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എണ്ണി തിട്ടപ്പെടുത്തുക. മനസ്സിലായോ? ക്വാണ്ടിഫൈസ് ഹൗ ലോങ് ഇൻഡിവിജ്വൽസ് റിമെയിൻ ഇൻ ഈച്ച് ജോബ്. ഓരോ ജോലിയിലും ഇൻഡിവിജ്വൽസ് എത്ര നാൾ ഉണ്ടാകുമെന്ന് നമ്മൾ അളന്നെടുക്കുക, അളന്ന് തിട്ടപ്പെടുത്തുക. ക്ലിയർ ആയോ? ഇതൊക്കെ ഓർഗനൈസേഷൻ പ്ലാനിൽ വരുന്നതാണ്. നമ്മുടെ ഫ്യൂച്ചർ നീഡ്സ് കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം, പ്ലാൻ ചെയ്യണം. അവരുടെ സ്പെസിഫിക് സ്കിൽസും ഇപ്പോഴുള്ള സ്കില്ലും, അതുപോലെ തന്നെ റിക്വയർഡ് സ്കിൽസും, എത്രത്തോളം സ്കിൽ ആവശ്യമുണ്ട് ഓരോ പൊസിഷനിലും, അതും പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ജോബ് ഗോൾസും ജോബിന്റെ സ്റ്റാൻഡേർഡ്സും നമ്മൾ ഡിഫൈൻ ചെയ്യണം. പിന്നെ ആവറേജ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യണം. ക്വാണ്ടിഫൈ ഹൗ ലോങ് ദ ഇൻഡിവിജ്വൽസ് വിൽ റിമെയിൻ ഇൻ ദ ജോബ്. ഓരോ ജോബ് ടൈപ്പിലും അവർ എത്രത്തോളം കാലം ഉണ്ടാകും എന്നുള്ളതും ഡിഫൈൻ ചെയ്യണം. ഇതൊക്കെ പ്ലാനിങ്ങാണ്, ഓർഗനൈസേഷണൽ പ്ലാനിങ്. ക്ലിയർ ആയോ? 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? അനു ഒന്ന് വായിക്കാമോ? അത് ഓർഗനൈസേഷണൽ പ്ലാനിൽ ഇരിക്കുന്ന പോയിന്റ് പോകുന്ന കാര്യങ്ങൾ. അനുല്ല കണ്ട, അനു ഉറങ്ങിപ്പോയിന്നു. അനു വായിച്ചേ, ഒന്ന് കേക്കട്ടെ, സൗണ്ട് കേക്കട്ടെ. എനിക്ക് നല്ല സുഖമില്ല, ഒരു കോൾഡൊക്കെ ഉണ്ട്. ഒന്ന് വായിച്ച 5 പോയിന്റ് ഒന്ന് മനോഹരമായ സൗണ്ട് ഒന്ന് കേക്കട്ടെ. Okay. Define the categories of people you are going to need in the future to meet and or exceed at your business plans. Define the specific skills and skill levels required for each position. Define the job goals and standards for each position types. Determines the average cost, salary, benefits for each position type. Qualifies how long individuals
remain in each job type. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഉറപ്പൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പൊന്ന് കളയാൻ വേണ്ടിയിട്ടും എന്റെ തൊണ്ടൊന്ന് ശരിയാക്കാൻ കൊടുത്തതാണ്. രണ്ടുപേരും ചെയ്യുന്ന കാര്യം ചെയ്ത വേറൊരു സൗണ്ട് കിട്ടുമ്പോ ചിലപ്പോ ചില ഉറങ്ങിക്കിടന്നവരൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്താണോ ടീച്ചറിന്റെ സൗണ്ട് അല്ലല്ലോ കേൾക്കണേ, നേരത്തെ സൗണ്ട് കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞെട്ടി ചിലപ്പോ ചിലരെ എഴുന്നേറ്റിട്ടുണ്ടാവും ഉറങ്ങിപ്പോയവര്. ആണ് ഇത് ഇനിയിപ്പോ വേറെ ക്ലാസ് ആയി പോയോ എന്നൊക്കെ അല്ലേ, അങ്ങനെയല്ലേ തോന്നിയാ? ആരെയും ഞെട്ടി എഴുന്നേറ്റവരുണ്ടാവും, സത്യം പറയണം. ഇവിടെ എഴുന്നേറ്റെന്ന് തോന്നുന്നത് അല്ലേ? എന്താ റീഹ, റിയ എന്നാണ് പേര് തോന്നുന്നത്. റിയ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റാണോ? അല്ലല്ലേ, റിയ എന്നാണ് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. ആളില്ല ഇവിടെ. റീഹ ബ്രാക്കറ്റിൽ അപ്പൊ റിയ കിടക്കണ്ടല്ലോ. വീട്ടിൽ വിളിക്കുന്ന പേരാണോ റിയ? റീഹാന്ന് റിയാന്ന് നിക്ക് നെയിമാണ്. ഓക്കെ, യെസ്. അപ്പൊ പോട്ടെ, അടുത്തത് റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. അപ്പൊ ഓർഗനൈസേഷണൽ പ്ലാനിലെ ചില കാര്യങ്ങളാണ്, പ്ലാനിങ് ആണ് അവിടെ എല്ലാം നടക്കുന്നത്. എത്രത്തോളം ഫ്യൂച്ചർ നീഡ്സ് കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ കാറ്റഗറീസ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് വേണം എന്നുള്ളത്, അത് നമ്മളുടെ ബിസിനസിന്റെ പ്ലാനിന് എക്സീഡ് ചെയ്യുന്ന രീതിയിലാണോ, അങ്ങനെയൊക്കെ അതൊക്കെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ സ്കില്ല്, അവരുടെ നോളജ് ഒക്കെ അനുസരിച്ച് സ്കിൽ ലെവൽ അനുസരിച്ചിട്ട് ഓരോ പൊസിഷൻ ഡിഫൈൻ ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഇന്ന ആൾ വരുമ്പോ ഇന്ന ആൾക്ക് ഇന്ന പൊസിഷൻ കൊടുക്കണം, ഇന്ന ആൾക്ക് ഇന്ന പൊസിഷൻ കൊടുക്കണം, അതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ ജോബിന്റെ പ്രധാനപ്പെട്ട ജോബിന്റെ ലക്ഷ്യങ്ങളും അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ജോലി, അതിന്റെ ലക്ഷ്യവും അതിന്റെ സ്റ്റാൻഡേർഡും കൃത്യമായിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം. അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറി, മറ്റ് ബെനിഫിറ്റുകൾ നേരത്തെ കൂട്ടി നിശ്ചയിച്ചു വെക്കണം. പിന്നെ എത്രത്തോളം ആളുകൾ എത്രത്തോളം കാലം ഇവിടെ നിലനിൽക്കും അത് അളവ് പിടിക്കാൻ പറ്റുമെങ്കിൽ അതും മനസ്സിലാക്കി വെക്കാം. ഇത്രേ ഉള്ളൂ. 5 കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ പ്ലാനിൽ വരിക. അടുത്തത് റിക്രൂട്ടിംഗ് പ്ലാൻ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അവിടെ എന്താ പറയാ, ആൾക്കാരെ ആപ്ലിക്കേഷൻ ഒക്കെ അനുസരിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അതിനൊക്കെ നമുക്ക് വേണ്ട വേക്കൻസി ഫില്ല് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് റിക്രൂട്ട്മെന്റ്. അപ്പൊ ഈ നേരത്തെ ചെയ്തു വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ പ്ലാനില് അതനുസരിച്ച് ആ ഓർഗനൈസേഷന്റെ പ്ലാൻ അനുസരിച്ച് റിക്രൂട്ടിംഗ് പ്ലാൻ ആണ് അടുത്തത് ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ വെൻ ടു സ്റ്റാർട്ട് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്, ഈ റിക്രൂട്ട്മെന്റിന്റെ സ്റ്റെപ്പ് തുടങ്ങണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്നാണ് റിക്രൂട്ട്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആളുകളെ ഇവിടെ ഇന്ന വേക്കൻസി ഉണ്ട് എന്നുള്ളത് അറിയിക്കണം ആദ്യം തന്നെ അല്ലെ, പരസ്യത്തിലൂടെയോ മറ്റു രീതിയിൽ, ഏത് രീതിയാണ് അവിടെ ഒരുപാട് എന്താ പറയാ വേ ഓഫ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ട്, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, വാട്സപ്പ് ത്രൂ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം അല്ലെ, സ്റ്റേറ്റസ് ഇട്ടിട്ട് അല്ലെ, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ആളുകളെ ഇൻഫോം ചെയ്യാം. ലിങ്ക്ഡിന്, ട്വിറ്റർ അങ്ങനെയുള്ള ജോബ് സൈറ്റുകളുണ്ട്, അതിൽ നിന്നൊക്കെ. അപ്പൊ ഒരുപാട് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇൻഫോമിങ് കാൻഡിഡേറ്റ്സ് അബൌട്ട് ദ വേക്കൻസി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ വേക്കൻസി ഉണ്ടായ ഈ രീതിയിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് ആളുകളെ അറിയിക്കാം. അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ അത്തരം തുടക്കം, റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സിൽ ഏറ്റവും ആദ്യം നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുക. അതിനുശേഷം ഡിറ്റർമിൻ ഓർ ഐഡന്റിഫൈ ദ സോഴ്സസ് where you have most successful finding each category of employees. ഓരോ കാറ്റഗറി ഓഫ് എംപ്ലോയീസിനെയും നമുക്ക് ഏറ്റവും നന്നായി കണ്ടെത്താൻ പറ്റുന്ന സോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കുക അല്ലെ. ഇന്റേണൽ സോഴ്സ് ആണോ, നല്ല എംപ്ലോയീസിനെ കിട്ടുകയും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഇന്ന സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് നമുക്ക് ഇന്ന സെക്ടറിലേക്ക് കൊണ്ടുവരാം. അവരെ ആവുമ്പോൾ നമുക്ക് അറിയുന്നവരാണ്, അവർ സ്കിൽഡ് ആണ്, ക്വാളിഫൈഡ് ആണ്, ടാലന്റഡ് ആണ്. അപ്പൊ ഇന്റേണൽ സോഴ്സിൽ നിന്ന് വേണോ? അതല്ല, പുറത്തുനിന്ന് ഇവിടെ അങ്ങനെയുള്ള കഴിവുള്ള ആളുകളില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അന്നേരം ആ ഡിപ്പാർട്ട്മെന്റിലെ ആളില്ലാണ്ട് പോകും. അത്തരം സാഹചര്യങ്ങളാണെങ്കിൽ വി ഹാവ് ടു റിക്രൂട്ട് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. എന്ത് ചെയ്യണം? പുറത്തുനിന്ന് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തണം. അപ്പൊ ഏത് സോഴ്സിൽ ആണ് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അത് ഡിറ്റർമിൻ ചെയ്യാം. മനസ്സിലായി? ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. Then formalizes the policies for initiating, approving and commencing recruitment program. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അതിന് മുൻകൈ എടുക്കണം, അതിന് വേണ്ടിയിട്ട് അപ്രൂവൽ വാങ്ങിക്കണം, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തി തുടങ്ങണം. കമൻസ് ചെയ്യണം, ചെയ്യാൻ ആരംഭിക്കുക. മനസ്സിലായി?
അപ്പൊ അതിന് വേണ്ടിയുള്ള ഫോർമലൈസേഴ്സ് ഒക്കെ പ്രോസസ് ഒക്കെ ഫോർമലൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ determines why candidates decide to join or not to join in your organization and documents this information. ഇനി നമുക്ക് എന്താ പറയാ ആ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാനിൽ തന്നെ ഇന്ന കാര്യം കൂടി ഉൾപ്പെടുത്താം. എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഓർഗനൈസേഷനിലേക്ക് ഇന്ന വേക്കൻസി എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ്സ് വരാൻ ആഗ്രഹിക്കുന്നത്, അവർ വരാനുള്ള തീരുമാനം എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വരില്ലായിരിക്കാം, വരാതിരിക്കാനുള്ള തീരുമാനം എടുക്കാം. അത് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. ഇതൊക്കെ റിക്രൂട്ട്മെന്റ് പ്ലാനില് ഇന്ന വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ ഈ എന്താ പറയാ വരുമോ, കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ അപ്പൊ ചിലപ്പോൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന സാലറി അവർക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ഒരു സാലറിക്ക് ഈ പറയുന്ന എംപ്ലോയീസ് വരാൻ എന്താ പറയാ വരാൻ സമ്മതിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണമാണ് സാലറിനെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ഈ പരിസരത്തുള്ള നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എന്താണ് അതിന് കാരണം, അതെന്താണെന്ന് കണ്ടുപിടിച്ചവിടെ ഡോക്യുമെന്റ് ചെയ്യാം. Determines why candidates decide to join or not decide to join our organization and documents this information നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം, എഴുതി വെക്കുക. മനസ്സിലായി? ഇതൊക്കെയാണ് റിക്രൂട്ട്മെന്റിന്റെ പ്ലാനുകൾ നടക്കുന്നത്. റിക്രൂട്ട്മെന്റ് എല്ലാം നടക്കുന്നത് റിക്രൂട്ട്മെന്റിന് മുമ്പ് തന്നെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുക. റിക്രൂട്ട്മെന്റ് പ്ലാനിൽ വരുന്നത് ഓർഗനൈസേഷന് പ്ലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മളുടെ റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ് തുടങ്ങണേന്ന് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ഏത് സോഴ്സ് ആയിരിക്കും സക്സസ്ഫുൾ, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ, അതനുസരിച്ച് ഓരോ കാറ്റഗറിയിലുള്ള എംപ്ലോയീസിനും ഏത് രീതിയിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ പ്രോസസ്സിംഗ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം, അതിന്റെ അപ്രൂവൽ വാങ്ങിക്കണം. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യും, കമൻസ് ചെയ്യും. പിന്നെ കാൻഡിഡേറ്റ്സ് എന്തുകൊണ്ട് നമ്മുടെ ഇതില് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുള്ളതിന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റീസൺസ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ വായിച്ചൊന്നും നോക്കാനുള്ളതുള്ളൂ. ഇതിനകത്ത് ഈ പ്ലാൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ പ്ലാൻസിന്റെ പേര് പഠിക്കാൻ കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന ആ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓർഗനൈസേഷണൽ പ്ലാൻ ഉണ്ട്, റിക്രൂട്ടിംഗ് പ്ലാൻ ഉണ്ട്, ഏഴുണ്ട്. അപ്പൊ അതിന്റെ പേര് ആ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന പേരുകൾ ഓർത്തിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആളൊന്ന് വിളിച്ചാലോ? ഉഷ്റ മുസ്തഫ, ഇത് വായിക്കാമോ? Based on the organizational plan, the recruiting plan determines when to begin the recruiting process for job types in the business plan. Identify source where you have been most successful and finding each category of an employee. Formalizes the process for initiating, approving, and commencing a recruiting program. Determines why candidates decide to join or not to join your organization and documents this information. Okay. യെസ്, അടുത്തത് മൂന്നാമത്തെ ഡെവലപ്മെന്റ് പ്ലാൻ. ഡെവലപ്മെന്റ് അപ്പൊ ആദ്യം ഓർഗനൈസേഷന്റെ പ്ലാൻ, അത് കഴിഞ്ഞ് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്ലാനിങ്, അടുത്തത് ഡെവലപ്മെന്റ് പ്ലാനിങ്. എന്താ നോക്കാം. ഓരോ ഒന്നാമത്തേത് ensures each job type has objective standards of performance and that career directions for each position can be clearly identified. അതായത് ഓരോ ജോബ് ടൈപ്പിനും ഓരോ രീതിയിലുള്ള ജോലിക്കും അതിൻ്റെതായ ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്നുവെച്ചാൽ ഇന്ന നിലവാരത്തിൽ അതിന്റെ പെർഫോമൻസ് വേണം, ആ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ അവരുടെ കരിയർ ഡിറക്ഷൻസ് ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. എന്നുവെച്ചാൽ നമ്മൾ തുടങ്ങുന്ന സ്റ്റേജിൽ ഇപ്പൊ ആദ്യമായിട്ടൊരു ഫ്രഷർ പുതിയതായിട്ടൊരു ജോലിക്ക് വരുമ്പോ അന്നേരം അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ്. എന്നാൽ പോകെ പോകെ അങ്ങനെ തന്നെ നിൽക്കുകയല്ല, അവർക്ക് വളർച്ചയുണ്ട്, അവർക്ക് കരിയർ ഡെവലപ്മെന്റ് ഉണ്ട്, അവർക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്, അല്ലേ? അതുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എത്രത്തോളം അവർ ഡെവലപ്ഡ് ആകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ ഡെവലപ്മെന്റ് പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തും. മനസ്സിലായോ? അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ നിന്ന് എത്ര മാറിയിട്ടുണ്ട്
ആ സ്റ്റാൻഡേർഡിൽ പിടിച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? തുടക്കം അവർ വന്നപ്പോ സ്റ്റാൻഡേർഡ് വരെ അല്ലെങ്കിൽ 1-2 വർഷമൊക്കെ അതേ രീതിയിലാണ് നിന്നത്. പക്ഷെ ഇന്ന് ഒരു 10 വർഷം കഴിഞ്ഞു ആള് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും അതില് മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആ സ്റ്റാൻഡേർഡ് വെച്ചാ കമ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? യെസ്. അടുത്തത് എൻഷുവേഴ്സ് ഈച്ച് എംപ്ലോയി ഹാസ് ആൻ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്. ഒന്നുകൂടി ഉറപ്പുവരുത്തുക, ഓരോ എംപ്ലോയീസിനും അവരുടേതായ വ്യക്തിപരമായ വികസനമുണ്ട്. ഞാനിപ്പോ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എന്റെ ജോലി എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കൊരു വ്യക്തിത്വ വികസനമുണ്ട് അല്ലെ. നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനൂടി ഒരു കാരണമാണ് നമ്മളുടെ ജോലി. And the managers and supervisors hold direct reports accountable for achieving each objective in their plan. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും, ഈ സൂപ്പർവൈസേഴ്സും മാനേജ്മെന്റും ആരാ? സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ചെയ്യുന്ന ജോലിയൊക്കെ കൃത്യമായിട്ട് നോക്കി വിലയിരുത്തി അവരുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അതിനനുസരിച്ച് റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? മാനേജ്മെന്റിന് കൊടുക്കണം. ഇപ്പൊ ചില എംപ്ലോയീസിന്റെ ഒക്കെ പെർഫോമൻസ് വളരെ കുറവാണ്, വന്നിട്ട് ഇത്ര നാളായി, ദർ ഇസ് നോ ചേഞ്ച്, താഴേക്ക് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ജോലിയിൽ അവര് കൃത്യമായിട്ട് കമ്മിറ്റ്മെന്റോടുകൂടി ജോലി ചെയ്യുന്നില്ല, ഭയങ്കര കെയർലെസ് ആണ്, എപ്പോഴും എന്തെങ്കിലും അപകടം വിളിച്ചു വരുത്തുന്നു, അല്ലെങ്കിൽ എപ്പോഴും കെയർലെസ് ആയിട്ട് പല രീതിയിൽ നമുക്ക് നഷ്ടം ഉണ്ടാക്കി തരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിലും ഓൾ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ മാനേജ്മെന്റ്. ഇതൊക്കെ മാനേജ്മെന്റിനെ അറിയിക്കുന്നു. അപ്പൊ അങ്ങനെ അറിയിക്കുമ്പോൾ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആരുടെ? സൂപ്പർവൈസേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട്സ് മാനേജ്മെന്റിനെ അറിയിക്കുക. ദാറ്റ് മീൻസ് അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഓർഗനൈസേഷൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ലക്ഷ്യം നമുക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കുന്നതൊക്കെ ഈ ഡെവലപ്മെന്റ് പ്ലാനിലാണ്. ഓരോ എംപ്ലോയീസിന്റെയും ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് കൃത്യമായി നോട്ടീസ് ചെയ്ത് അത് കൃത്യമായ റിപ്പോർട്ടായിട്ട് മാനേജേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ ഇറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ അച്ചീവിങ് ഈച്ച് ആൻഡ് എവറി ഒബ്ജക്റ്റീവ് ഇൻ ദയർ പ്ലാൻ. അവരുടെ പ്ലാനിലുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അതൊരു കാരണമാകും. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ. അടുത്തത് എൻഷുവേഴ്സ് എവറി എംപ്ലോയി ഹാസ് എ ഫോർമൽ കരിയർ പ്ലാൻ. എല്ലാവർക്കും ഒരു കരിയർ പ്ലാൻ ഉണ്ട്, അത് ഉറപ്പുകൊടുക്കുക. എല്ലാ എംപ്ലോയീസിനും ഉണ്ട്, ഒരാൾക്കല്ല രണ്ടാൾക്കല്ല, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അവരുടേതായ ഒരു കരിയർ പ്ലാൻ ഉണ്ട്. അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരു കരിയർ കൊണ്ട് ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്റേതായ ഒരു പ്ലാനിങ് ഉണ്ട്. കുറെ കാശ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല, അതല്ലാതെയും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ സ്റ്റേറ്റസില് സമൂഹത്തിനൊരു സ്റ്റേറ്റസ് ഉണ്ടാക്കാനും അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇൻകം നേടുന്ന ഒരാളാണ് എന്നുള്ളതൊക്കെ കൊണ്ടുവരാൻ, അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ കരിയർ പ്ലാൻ ഉണ്ട്. അത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാണ്ട് ഒരു ലക്ഷ്യബോധമില്ലാതെ ഒരു കരിയർ പ്ലാൻ ഇല്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഒന്നേ രീതിയിലൊക്കെ ജോലി ചെയ്യും, വേണോ വേണ്ടത് വെച്ച് ജോലി ചെയ്യും, കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരു ബോണ്ടിങ് ഇല്ല മാനേജ്മെന്റുമായിട്ട്, എന്തൊക്കെയോ വന്ന് ചെയ്തു പോകുന്നു. അങ്ങനെ പാടില്ല. അത് ഉറപ്പുവരുത്തേണ്ടതൊക്കെ ഈ ഒരു പ്ലാനിങ്ങിലാണ്. Then structures regular coaching sessions between managers or supervisors and their direct reports. അതിനുശേഷം ഒരു എന്താ പറയാ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രത്യേക രീതിയിൽ ഈ പറയുന്ന മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഒക്കെ ചില കോച്ചിങ് സെഷൻസ് ഒക്കെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ റിപ്പോർട്ടുകളും എടുക്കുക. അപ്പൊ എത്രത്തോളം ഡെവലപ്ഡ് ആകുന്നുണ്ട് അല്ലെ, ഓരോ ട്രെയിനിങ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓരോ സെഷൻസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടോ എന്ത് മാറ്റങ്ങളാണ് അവരിലുള്ളത്, അപ്പൊ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ആ റിപ്പോർട്ട്സ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കോച്ചിങ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അത് മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും ഒക്കെ ഇടയിൽ നിന്നിട്ട് എംപ്ലോയീസിന്റെ ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുമ്പോൾ മാനേജേഴ്സ് ഡയറക്ട്ലി അതിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് വഴി ഇതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ട് അതിന് ഡെവലപ്മെന്റ് പ്ലാനുകൾ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഡെവലപ്മെന്റ് പ്ലാനില് 4 പോയിന്റുകളാണ്. വായിച്ചു നോക്കാമോ? ഓക്കെ, പറയുന്ന ആളൊന്ന് വായിച്ചോ. ഏതായാലും രജിത ഒന്ന് വായിക്കാമോ? രജിത. പറഞ്ഞോ. എന്തേ ഒരു പ്രാവശ്യം പറയണോ? അത് ലാസ്റ്റ് പോയിന്റ് ആണോ? ലാസ്റ്റ് പോയിന്റ് മാം ഒരു പോയിന്റ് കൂടി ഉണ്ട്, റിവാർഡ് മാനേജേഴ്സ് സൂപ്പർവൈസേഴ്സ്.
Okay, rewards managers or supervisors for achieving development success. അതായത് ഡെവലപ്മെന്റിൽ നിന്നുണ്ടാകുന്ന എന്താ പറയാ വിജയം നമുക്ക് ആ ഡയറക്റ്റ് റിപ്പോർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം എംപ്ലോയീസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ആ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് മാനേജേഴ്സോ സൂപ്പർവൈസേഴ്സോ അവർക്കനുസരിച്ച് റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യും. റിവാർഡ്സ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആവും എംപ്ലോയീസ് അല്ലെ. ഇപ്പൊ നമ്മൾ ചെയ്ത ജോലി വിലയിരുത്തുന്നു, ട്രെയിനിങ്ങിലൂടെയോ ഡെവലപ്മെന്റിലൂടെയോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി എന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ചുള്ള അംഗീകാരം റിവാർഡുകളുടെ രൂപത്തിലൊക്കെ നമുക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതെന്താ ഒരു സക്സസ് ആണ് അല്ലെ. അപ്പൊ ആ ഡയറക്റ്റ് റിപ്പോർട്ട്സ് നോക്കിയിട്ടാണ് ഫോർ അച്ചീവിംഗ് ഡെവലപ്മെന്റൽ സക്സസ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് വീണ്ടും മോട്ടിവേറ്റഡ് ആയി ഇനിയും കൂടുതൽ വികസനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഓർഗനൈസേഷന്. റിവാർഡ്സ് മാനേജേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ് ഫോർ അച്ചീവിംഗ്. ഓക്കെ, രഞ്ജിതൊന്ന് വായിക്കാമോ? Ensures each job has objective standards of performance and that career direction for each position can be clearly identified. Ensures each employee has an individual development plan and that managers and supervisors hold direct reports accountable for achieving each objective in their plans. Ensuring every employee has a formal career plan. Structures regular sessions between managers or supervisors and their direct reports. Rewards managers and supervisors for each achieving developmental success with their direct reports. Okay. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിലെ എന്താ പറയാ പ്രധാനപ്പെട്ട പ്ലാനുകളാണ്. ഇതൊരു ലൈഫ് സൈക്കിളാണ്, മാത്രമല്ല ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതുകൊണ്ടാണ് ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പ്ലാനിങ്ങുകളാണ് ഓർഗനൈസേഷൻ പ്ലാൻ, റിക്രൂട്ടിംഗ് പ്ലാൻ അല്ലെങ്കിൽ ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്ന മൂന്നെണ്ണമാണ് ഇപ്പൊ നമ്മൾ എടുത്തത്. ഇനിയുണ്ട് റിട്ടൻഷൻ പ്ലാൻ, അസസ്മെന്റ് പ്ലാൻ, ഔട്ട് പ്ലേസ്മെന്റ് ആൻഡ് ഫീഡ്ബാക്ക് ലൂപ്പ് കേട്ടോ. അടുത്ത പോയിന്റ് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. നമ്മുടെ ചാപ്റ്ററില്ലേ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് എടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ അല്ല, ഒന്നാമത്തെ മൊഡ്യൂൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തതാണല്ലോ, ഫുള്ള് തീർന്നതല്ലേ. ഫുള്ള് തീർന്നിട്ടാണല്ലോ നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഇടയ്ക്ക് വെച്ചൊരു എക്സാം നിങ്ങൾ എഴുതി അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററില് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ചാപ്റ്റർ റിക്രൂട്ട്മെന്റ്. സെക്കൻഡ് ചാപ്റ്റർ റിക്രൂട്ട്മെന്റ്. അതിനകത്തൊരു വലിയ ചാപ്റ്റർ ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ചാപ്റ്റർ എന്നല്ല ശരിക്കും അതൊരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിനകത്ത് റിക്രൂട്ട്മെന്റ് എന്താ പറയാ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയാ പ്ലേസ്മെന്റ്, സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലെ. ഇല്ലേ ഇതിനകത്തല്ലേ അത് റിക്രൂട്ട്മെന്റിന്റെ എല്ലാം ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണ് റിക്രൂട്ട് ചെയ്തിട്ട്, ഏതൊക്കെ സോഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ സെലക്ഷൻ പ്രോസസ്, അതെ സെലക്ഷൻ ഉണ്ട്. പിന്നെ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. സെലക്ട് ചെയ്തതിന് ശേഷം എംപ്ലോയീസിന് അവരവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അവർ വിധിച്ചൊക്കെ കൊടുത്ത് അവരെ ഇൻഡക്ട് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് അവരുടെ ജോലിയിലേക്ക് അവരെ ആക്കുന്നതാണ്. ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഭാഗമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എവിടെ വരെ എടുത്തു ചാപ്റ്റർ എവിടെ വരെ വന്നിട്ടുണ്ട്? ഇപ്പൊ ഒന്ന് പറയോ അതിന്റെ ഹെഡിങ് എവിടെയാ എടുത്തോണ്ടിരിക്കുന്നത്? 46 പേജ് നമ്പർ ആണ്. ഇവിടെ പേജ് നമ്പർ ഉണ്ടോ? ആ ഓക്കെ, 46 പേജ് നമ്പർ. സോ അതിന്റെ അർത്ഥം 46 കഴിഞ്ഞിട്ട് ഇനി ബാക്കി എത്ര റിമൈനിങ് ഉണ്ട് ആ ചാപ്റ്റർ തീരാൻ? മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. റഫറൻസ് ചെക്ക് ആയിട്ടില്ല അല്ലെ? റഫറൻസ് ചെക്ക് ആയിട്ടില്ല.
അല്ലെ? അപ്പൊ ഈ റെഫറൻസ് ചെക്ക് തുടങ്ങി എത്ര പേജ് നമ്പർ 46 ചാപ്റ്റർ അവസാനിക്കുന്നത് 68 ആണ് പേജ് നമ്പർ അല്ലെ? കൺഫേം ചെയ്യാനാണ് ചാപ്റ്റർ ചോദിക്കാനുണ്ട്. അപ്പോ 46 68 66 ആണ്. 46 66 20 പേജ് ഓർത്തോളം അവിടെ തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് തീർത്തതാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് തീർന്ന ചാപ്റ്റർ അല്ലേ? അതെ. അത് കഴിഞ്ഞ് ഇപ്പൊ ടാലന്റ് മാനേജ്മെന്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ്. ഞാൻ വേഗം ഓടിപ്പോവാത്തതാണ്. ഒന്നാമത് അത് നമ്മളുടെ ഗ്രീവാൻസ് മാനേജ്മെന്റ് പോലെ അത്ര എളുപ്പമല്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് നല്ല സുഖമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പതുക്കെ എടുത്ത് കുറച്ച് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട്. ഓക്കെ, ഉണ്ടല്ലോ ഗ്യാപ്പ്, ചിലപ്പോ സൗണ്ട് ശരിയാവുമായിരിക്കും. അതോടെ തന്നെ അത് എന്റെ ചാപ്റ്റർ ഞാൻ തന്നെ എടുത്ത് തീരും. എനിക്കില്ല അറിയേണ്ടത് 5ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. 5ാമത്തെ ചാപ്റ്റർ എംപ്ലോയി ബാലൻസ്. ഇതെവിടെ വിലയിരുത്തും ഒന്ന് പറയും. ഇതെവിടെ വിലയിരുത്തും? 125ാമത്തെ പേജ് വരെ എത്തും അല്ലേ? ഓക്കെ, 25. കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഫീച്ചേഴ്സ് വരെ അല്ലേ? ബാർഗൈനിങ്ങിന്റെ ഫീച്ചേഴ്സ്. കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഫീച്ചേഴ്സ് വരെയാണ്. പ്രോസസ് കഴിഞ്ഞ അത് തീർന്നല്ലോ. നിങ്ങൾ പറഞ്ഞ പേജ് നമ്പർ അനുസരിച്ചപ്പോ തീർന്നല്ലോ. ഇതിൽ കൂടുതലുണ്ടോ? ഓക്കെ, പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഈ ചാപ്റ്ററേ 125 പറഞ്ഞേ. ഈ ഫ്ലോ ചാർട്ടൊക്കെ കഴിഞ്ഞോ? ഫ്ലോ ചാർട്ട് കഴിഞ്ഞോ? ഫ്ലോ ചാർട്ട് കഴിഞ്ഞിട്ടില്ല. എൻവയോൺമെന്റിന്റെ ഇതാണല്ലോ 125 നിങ്ങൾ പറയും. അതെ, ഇവിടെയാണ് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. ഇമ്പോർട്ടൻസ് കഴിഞ്ഞോ? ഇമ്പോർട്ടൻസ് മാം ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പേജ് അല്ലല്ലോ അത്. 124 125 25 24 ആണ്. ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞോ? ഇല്ല, ഒബ്ജക്റ്റീവ്സിന് മുമ്പ്. ഇവിടുത്തെ പേജ് നമ്പർ വേറെ കിടക്കുന്നത്. ഇതാണോ പറയുന്നത്? ഒബ്ജക്റ്റീവ്സിന് തൊട്ട് മേലെ. അതെ, കിട്ടി. പക്ഷെ ഇവിടെ പേജ് നമ്പർ മാറി കിടക്കാം. നിങ്ങൾ പറഞ്ഞത് 125 അല്ലേ? അത് 122 കിടക്കുന്നത്. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് കഴിഞ്ഞിട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ളൂ. അതിന് 6ാമത്തെ പോയിന്റ് വരെ പഠിച്ചു. ഡൈനാമിക് വരെ എടുത്തു അല്ലെ? പിന്നെ ബാക്കി 4 പേജും കൂടി ഉള്ളൂ. ചിലപ്പോ അടുത്തൊരു ക്ലാസ് കൊണ്ട് ചിലപ്പോ തീരും അല്ലെ? അപ്പൊ ആ തീരാതെ കിടക്കുന്നത് 20 പേജുള്ള മറ്റേ റിക്രൂട്ട്മെന്റിന്റെ ചാപ്റ്റർ ആണ്. അതിന്റെ ബാക്കി സോളിനിയസ് എടുക്കും കേട്ടോ. ടീച്ചറിന്റെ ആദ്യം തീരുക, കാരണം നമ്മളുടെ തീരില്ല. നമ്മളുടെ ക്ലാസ്സിലുള്ള ടോപ്പിക് ആണ് എനിക്കുള്ളത്. പക്ഷെ 2 ക്ലാസ് ഒക്കെ വേണ്ടി വരും, 2 3 ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും. അപ്പൊ അത്രേ തീരുള്ളൂ. നിങ്ങൾക്ക് അത് കഴിയുമ്പോ ഇതിപ്പോ 4 പേജല്ലേ ആവുള്ളൂ. 4 പേജിന്റെ ബാക്കി അത് കഴിഞ്ഞിട്ട് രമ്യാമിസിന്റെ ടോപ്പിക്കിന്റെ പകുതി കുറച്ച് ഭാഗത്തു നിന്ന് എടുക്കോട്ടോ ടീച്ചർക്ക്. മറ്റേ ടീച്ചർക്ക് അധികം അവേഴ്സ് ഇല്ലല്ലോ, സമയം കിട്ടില്ല അല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതുവരെ ഇന്ന് പഠിച്ചത് കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് വായിച്ചു നോക്കിയിട്ട് വരാം. കൂടുതൽ വായിച്ച് മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. അണ്ടർലൈൻ ചെയ്യേണ്ടത് കുറവാണ് ഇന്ന്. ഓക്കെ, അടുത്ത ദിവസം കാണാം.
Okay, lovely.